നമ്മൾ ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ മുകളിലാണുള്ളത്. ബെയിലി പാലത്തിൻ്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ ആ ബെയിലി പാലത്തിന് മുകളിലൂടെ നടന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ബെയിലി പാലത്തിലൂടെ ഞാനും നമ്മുടെ ക്യാമറമാനും ബെയിലി പാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചത്. അതായത് ബെയിലി പാലം സഞ്ചാരയോഗ്യമായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സൈന്യം വളരെ ചെറിയ സമയം കൊണ്ട് ഒരു സമ്പൂർണ്ണ പാലം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഈ പാലം ഇനി അങ്ങോട്ട് ഉപയോഗിക്കാനുള്ള പാലം കൂടിയാണ്. പുതുതായി ഇവിടെ ഒരു പാലം വരുന്നത് വരെ ഈ പാലം ഉപയോഗിക്കാൻ കഴിയും. യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നുള്ള വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പ് സിക്കിമിൽ ഗാങ്ടോക്കിൽ ഇന്ത്യൻ ആർമി ഇതുപോലൊരു പാലം ഉണ്ടാക്കിയത് നമ്മൾ വാർത്തകളിൽ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ കേരളീയർ അനുഭവിക്കുകയാണ്. ക്ഷണനേരം കൊണ്ടൊരു പാലം തയ്യാറായിരിക്കുന്നു. ഈ ദുരന്ത മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും ഈ പാലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാലം ഔദ്യോഗികമായി തുറക്കാൻ അല്പസമയം കൂടി എടുക്കും, അല്ലെങ്കിൽ അതിന് ഔദ്യോഗികമായ നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ പാലം പൂർത്തിയായിരിക്കുന്നു. ആ പാലത്തിലൂടെയാണ്, ആ പാലത്തിൻ്റെ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പാലത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നടന്നാണ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നത്. പാലം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ ഫോർമാലിറ്റി മാത്രമാണ് ബാക്കി ഉള്ളത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കാത്തിരുന്ന ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. മുണ്ടക്കൈയെയും അതുപോലെ തന്നെ പുറം ലോകത്തെയും ബന്ധിപ്പിക്കുന്ന, മുണ്ടക്കൈയെ പുറം ലോകത്തേക്ക് ബന്ധിപ്പിക്കാനുള്ള, അട്ടമല മുണ്ടക്കൈ മേഖലകളെ പുറം ലോകവുമായി ബന്ധിപ്പിക്കാനുള്ള ഏക മാർഗ്ഗമാണ് ഈ ബെയിലി പാലം. ഈ ബെയിലി പാലത്തിലൂടെ ഭാരവാഹനങ്ങൾ കയറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു താൽക്കാലിക നടപ്പാലം സൈന്യം 2 തവണ പോയതിനു ശേഷം പിന്നെ ഉണ്ടാക്കിയ ഒരു താൽക്കാലിക നടപ്പാലം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഭാരവാഹനങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു പാലം ഉണ്ടാവുന്നു. ഈ പാലം വഴി ഇനി ഹിറ്റാച്ചികൾ അടക്കമുള്ളവയ്ക്ക്, അതുപോലെ ട്രക്കുകൾ അടക്കമുള്ളവയ്ക്ക് കയറാം എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നേരത്തെ ഹിറ്റാച്ചികൾ പുഴ ക്രോസ് ചെയ്ത് ഇപ്പറേ വന്നിരുന്നു. പക്ഷേ പാലത്തിലൂടെ ആയിരുന്നില്ല, പാലം വഴി ആയിരുന്നില്ല, വെള്ളത്തിലൂടെ തന്നെയായിരുന്നു. ഇപ്പോൾ പാലം വന്നിരിക്കുന്നു. ഇനി ഔദ്യോഗികമായി ഈ പാലം സൈന്യം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഈ പാലം പൂർത്തിയായി എന്ന് തന്നെ പ്രേക്ഷകരോട് പറയാം. ഈ പാലത്തിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പാലത്തിലൂടെ നടന്നാണ് ഇപ്പുറത്തേക്ക് വന്നത്. എന്നാൽ അത് തുറന്നു എന്ന് ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്യാനായിട്ടില്ല. ഒരു സുരക്ഷാ പരിശോധന ഉണ്ട് എന്നാണ് സൈന്യം പറയുന്നത്. അതിനി കേവലമായ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ബെയിലി പാലത്തെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്. ബെയിലി പാലം പൂർത്തിയായിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെയിലി പാലം പൂർത്തിയായി എന്ന നല്ല വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരു പ്രദേശത്തെ വിളക്കി ചേർക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ സൈനിക വാഹനം ബെയിലി പാലത്തിലൂടെ കടത്തിവിടുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സൈനിക വാഹനം ബെയിലി പാലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. മേജർ വി.ടി. മാത്യു അടക്കം ഇതിന് കാർമ്മികത്വം വഹിക്കാൻ ഉണ്ട്. ബെയിലി പാലത്തിന് മുകളിലൂടെയുള്ള ആദ്യത്തെ വാഹനമാണ് കാണുന്നത്. ഇതിനുശേഷം ഈ വാഹനത്തിന് ശേഷം നിരവധി വാഹനങ്ങൾ, മുണ്ടക്കൈയിലേക്കുള്ള വാഹനങ്ങൾ, അത് ഹിറ്റാച്ചികളാകാം, എക്സ്കവേറ്ററുകളാകാം, അത് ഭക്ഷ്യവസ്തുക്കളുമായി പോകുന്ന വണ്ടികളാകാം. ഏത് വാഹനവും അത്ര ഭാരവും വഹിക്കാൻ ഈ പാലത്തിന് കഴിയും. ഏത് വാഹനവും കടത്താം. മാത്രമല്ല, വിശദീകരിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ ദുരന്തത്തിന്റെ റെസ്ക്യൂ മിഷന് വേണ്ടി മാത്രമായിട്ടല്ല പാലം. ഇവിടെ നഷ്ടപ്പെട്ടു പോയ പാലത്തിന് പകരമായി ഒരു പാലം ഉണ്ടാവുന്നത് വരെ, അതിന് ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം, അതുവരെ ഈ കരകളെ ബന്ധിപ്പിച്ച് ഈ പാലം ഉണ്ടാകും. അതായത് ഈ പാലം 1-2 ദിവസം കൊണ്ട് അവസാനിക്കത്തില്ല. ഇതാ മറുകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാത്തിരുന്ന ആ നിമിഷമാണ്. സൈന്യത്തിന്റെ വാഹനം ഇപ്പോൾ മറുകരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബെയിലി പാലം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു.